ആക്റ്റീവ് ഫോക്കസിനെ കുറിച്ചും പാസീവ് ഫോക്കസിനെ കുറിച്ചും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ് ടച്ച് ഫോക്കസ് ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത്. തീർച്ചയായിട്ടും ടച്ച് ഫോക്കസ് പാസീവ് ഫോക്കസാണ്. കാരണം നിങ്ങൾ ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ ക്യാമറ ലെൻസ് റിങ് തിരിഞ്ഞിട്ട് നിങ്ങൾ ടച്ച് ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഷാർപ്പാക്കി തരികയാണ് ചെയ്യുന്നത്. അതൊരൽപ്പം സ്ലോ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്റ്റീവ് ഫോക്കസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ട് ബാക്ക് ബട്ടൺ അല്ലെങ്കിൽ ഷട്ടർ റിലീസ് ബട്ടൺ ഹാഫ് പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോക്കസ് തന്നെയാണ്. അതുകൊണ്ട് ടച്ച് ഫോക്കസ് ഏത് കാറ്റഗറിയിൽ വരും എന്ന് ചോദിച്ചാൽ അത് പാസീവ് ഫോക്കസ് ആണ്. അത് വളരെ സ്ലോ ആയിട്ട് നീങ്ങുന്നതാണ്. ഇത് വീഡിയോ ഷൂട്ടേഴ്സിനൊക്കെ വളരെ നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ ഫോട്ടോഷൂട്ടിന് ഇത് നല്ലൊരു ഓപ്ഷനാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ കയ്യിലെടുത്തു, ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്തു അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ലെൻസ് മുന്നോട്ടും പുറകോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഡാർക്കായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ, ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് ഒരാളെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് അവിടെ ഒരാൾ നിൽക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ക്യാമറ ഫോക്കസിന് വേണ്ടിയിട്ട് ലെൻസ് തിരിഞ്ഞുകൊണ്ടിരിക്കും. ഫോക്കസ് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ക്യാമറ ഫോട്ടോ ക്ലിക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷേ അത് ഫോക്കസ് കൺഫർമേഷൻ കിട്ടുന്നത് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതേപോലെ നിങ്ങളൊരു കുഞ്ഞു വസ്തുവാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ക്യാമറയ്ക്ക് അത്രയും ചെറിയ വസ്തുക്കളെ കൃത്യമായിട്ട് ഓട്ടോ ഫോക്കസിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ ഫോക്കസ് കിട്ടാതെ മുന്നോട്ടും പുറകോട്ടും ലെൻസ് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഫോക്കസ് ഹണ്ടിങ്. അതായത് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇയാൾ ഈ പറയുന്ന ഫോക്കസ് എന്നുള്ളത്. അപ്പോൾ ഫോക്കസ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോഷൂട്ട് വളരെ സ്ലോ ആവാൻ സാധ്യതയുണ്ട്. ഫോക്കസ് ഹണ്ടിങ് വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ ഡാർക്കായ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതും അല്ലെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ ഒബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതും അല്ലെങ്കിൽ ക്യാമറയുടെ മിനിമം ഫോക്കൽ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. 25 സെൻറ്റിമീറ്ററാണ് ഇന്നുള്ള ലെൻസുകളിൽ ഏറ്റവും കുറവുള്ളത്. 25 സെൻറ്റിമീറ്ററിനേക്കാളും അടുത്ത് നിന്നിട്ടാണ് നിങ്ങൾ ഓട്ടോ ഫോക്കസ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ക്യാമറ ഫോക്കസ് ഹണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെങ്ങനെയും ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ഇരുണ്ട ലൈറ്റിൽ ഉള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഹണ്ടിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ടോർച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് എവിടെയാണോ ഫോട്ടോഗ്രാഫർ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുക. അതോടുകൂടി ക്യാമറ ഫോക്കസ് ഡിറ്റക്റ്റ് ചെയ്യും. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ ഫോട്ടോ എടുക്കാം. പക്ഷേ ഇതെല്ലാ സമയത്തും നിങ്ങൾ 10 ഫോട്ടോ എടുക്കുന്നുണ്ട് 10 പ്രാവശ്യം ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വിഷയം ഫോക്കസ് ഹണ്ടിങ് എന്നുള്ളതാണ്. അപ്പോൾ ഫോക്കസ് ഹണ്ടിങ് വരാതെ ശ്രദ്ധിക്കുക. ഫോക്കസ് ഹണ്ടിങ് വരാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. വരുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ക്യാമറയെ നിയന്ത്രിക്കണം.